പിന്നെ ഇതിനകത്ത് ഇരിക്കുന്ന മിക്ക ആർട്ടിസ്റ്റുകൾക്കും, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ലക്ഷ്മി റോയ് അടക്കം ഇതിൻ്റെ ഫുൾ കഥ അറിഞ്ഞുകൂടാ, അവർക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഹൈഡ് ചെയ്ത് ആണ് പറഞ്ഞത്. അത് തന്നെയായിരുന്നു. അതെ അതെ അതിന്റെ ക്ലൈമാക്സ് യഥാർത്ഥത്തിൽ അറിയാമെന്ന് എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സെപ്പറേറ്റ് ആ പേജ് മാറ്റി വെച്ചു സന്തോഷം എഴുതിയിട്ടില്ല. കാരണം ഷൂട്ടിംഗ് സമയത്ത് രാവിലെയാണ് യഥാർത്ഥത്തിൽ ആ സ്ക്രിപ്റ്റ് പേപ്പർ കയ്യിൽ വന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ. ബാക്കി ആർട്ടിസ്റ്റുകളോട് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ അത്യാവശ്യമുള്ള ക്യാരക്ടർ പറഞ്ഞു. പക്ഷെ അത് വേറൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഫുൾ ഡീറ്റെയിൽ കഥ അവർക്ക് അറിയാത്തത് കൊണ്ട് ആ സീൻ എടുക്കുന്ന സമയത്ത് മാത്രമുള്ള ഈ പറഞ്ഞ പോലെ നമ്മളിത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നു. ലക്ഷ്മി ചോദിച്ചു ഇവരൊക്കെയാണോ വില്ലന്മാരെന്ന് ചോദിച്ചു. ഇന്നലെ മിനിങ്ങാന്ന് പടം കണ്ടിട്ട് അവർക്കൊന്നും അറിയില്ല. അവർക്ക് അങ്ങനെ പലർക്കും കുറച്ച് ഐഡിയ ചെയ്യേണ്ടി വന്നു. അതൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർക്ക് ഉണ്ടായി കാണണം. പക്ഷെ മാക്സിമം ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇതിലെ വില്ലന്മാരിൽ പലരും കൂടി ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു കറുപ്പ് ടിണ്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീ ബാബുമോഹൻ ഇതിൽ ചെയ്യേണ്ടത് ഇപ്പം ചെയ്ത വേഷമല്ലായിരുന്നു. ഒരു ത്രൂ ഔട്ടുള്ളൊരു വേഷമായിരുന്നു. അദ്ദേഹത്തിന് ഡേറ്റിൻ്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഒരു തമിഴ് പടത്തിൻ്റെ ആ പടത്തിൻ്റെ ഒരു ഡേറ്റും നമ്മുടെ പടവും ക്ലാഷ് ആയതുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്യാമിയോ റോളിലേക്ക് അദ്ദേഹം പോയത്. അദ്ദേഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അദ്ദേഹം സമ്മതിച്ചു വന്നു. ഇതല്ലായിരുന്നു അദ്ദേഹത്തിന് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് വെച്ചിരുന്നത്. ഇതിനകത്ത് എല്ലാവരും ഹീറോസാണ് കേട്ടാ. ഇതിനകത്ത് വില്ലനൊന്നും ഇല്ല. എല്ലാവരും പ്രധാന കഥാപാത്രമൊക്കെ ഉണ്ട്. എല്ലാവർക്കും നല്ല അത്യാവശ്യം അവരുടെ വേഷം ചെയ്യാൻ പറ്റിയ സംഭവം തന്നെയാണ്. എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പടം കാണുമ്പോൾ അറിയാം. ആരെയാണ് അടുത്തത്? അസ്കർ. സന്തോഷം. ഓക്കെ. വയലൻസ് എഴുതുന്ന സമയത്ത് അത് ഒരേ സമയം ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു നായകന്റെയും അതുപോലെ തന്നെ ഒരു സ്റ്റാറിന്റെയും കൂടി ലോഞ്ച് ആയിരുന്നു ആ സിനിമ. അതിൽ ഒരേ സമയം പ്രകടനത്തിനും അതുപോലെ തന്നെ ആ താരത്തിനും ഒരേ സമയം വെയിറ്റേജ് കൊടുത്തിട്ടായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് പാറ്റേൺ ഒക്കെ. സോ DNA-ലേക്ക് വരുമ്പോൾ ഒരു നമുക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ, അയാൾക്ക് വേണ്ടി ഒരു സിനിമ ആ വിധത്തിലൊരു സ്റ്റാർ ലോഞ്ച് എന്നുള്ള രീതിയിൽ ആ ആംഗിളും കൂടി ഈ സിനിമയ്ക്കുണ്ടോ? അങ്ങനെ ഒരു ലാർജർ ദാൻ ലൈഫ് ആംഗിളും കൂടി സ്റ്റോപ്പ് വയലൻസിനുള്ളത് പോലെ തന്നെ? ഇല്ല, സ്റ്റോപ്പ് വയലൻസ് മോർ ദാൻ ഓർഗാനിക് ആയിരുന്നു. അതിൻ്റെ കഥ ഉണ്ടായതും അതിൽ പൃഥ്വിയല്ലായിരുന്നു. അതിൽ ആദ്യം ഉണ്ടായത് അതിൻ്റെ തിരക്കഥയായിരിക്കും. കഥയും തിരക്കഥയാണ് അതിൽ ആദ്യം ഉണ്ടായത്. ഞാൻ ഇവിടെ ഡിഗ്രി കോളേജിൽ ആൽബർട്ട്സ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ എറണാകുളത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ ഗുണ്ട എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഈ ട്രൈപോഡിൻ്റെ സൈസേ ഉള്ളൂ. എറണാകുളം നമ്മുടെ ഈ സരിത തിയേറ്ററിൻ്റെ മുൻപിലാണ് അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്നത്. ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹത്തെ വളർത്തിയ ഒരു CI ഉണ്ടായിരുന്നു അവിടെ. അവരുടെ കഥയാണ് അത്. ഓർഗാനിക്കാണ്. നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു കഥയിൽ നിന്നാണ് അത് വന്നത്. അപ്പം അതിന് ആർട്ടിസ്റ്റ് ആര് വേണമെന്നൊന്നും നമ്മൾ മുന്നിൽ കണ്ടിരുന്നില്ല. പൃഥ്വി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മളാണെന്ന് പറഞ്ഞത് ഒരു ഇമേജും ഇല്ലാത്ത ഒരു ന്യൂ ഫേസിനോട് നമുക്ക് ഈ പടം ചെയ്യാം എന്നുള്ള അവർ പറഞ്ഞത്. പക്ഷെ അങ്ങനെ പല മുഖങ്ങളെ നോക്കി വന്നപ്പോൾ ഒന്നും ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു തീക്ഷ്ണത ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഫേസോ ഉള്ളവരില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രഞ്ജിത്തിൻ്റെ നന്ദനം എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ രഞ്ജിത്ത് ഒരിക്കലും എന്ന് പറഞ്ഞു, ഇത് ഈ നടൻ സുകുമാരൻ്റെ മകനാണ് എൻ്റെ പടത്തിലെ നായകൻ, നിങ്ങളൊന്നും നോക്ക്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ നന്ദനത്തിലെ കഥാപാത്രത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ കഥാപാത്രത്തിനയാൾ യോജിക്കുന്നു, വന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ചേട്ടൻ AK സാജനും കൂടി ഞങ്ങൾ പറവൂരുള്ള ലൊക്കേഷനിൽ ഇത് പോയി കാണുമ്പോൾ ഇയാളൊരു സാധാരണ ഒരു അതിലൊരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഒരു ബർമൂടയും ഒരു ടീഷർട്ടും ഇട്ടിട്ട് അവിടെ വീട്ടിൽ നിൽക്കുന്നു. സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അപ്പോൾ അയാളുടെ ഒരു കണ്ണും അയാളുടെ ചിരികളും ഒക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് എവിടെയോ ഒരു സ്ട്രൈക്ക് ചെയ്തു. ഇങ്ങനെ ഒരു ഈ സാത്താൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ പറ്റും അങ്ങനെ വന്നതാണ് ആ കഥാപാത്രം. ഇതങ്ങനെയല്ല. ഇതിൽ നമുക്ക് അസ്കർ എന്ന ആള് പ്രീഫിക്സ്ഡ് ആണ്. ഈ പ്രൊജക്റ്റ് ഉണ്ട്. കാരണം അസ്കറാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. അപ്പം അസ്കറിനെ നമുക്ക് അപ്പോൾ അസ്കറിലേക്ക് ചേർന്ന കുപ്പായം തയ്ക്കാന്നേ ഉള്ളൂ. ഒരു ടൈലർ മെയ്ഡ് സാധനം നമ്മൾ ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് ഇത് വന്നത്. അപ്പം അതിൽ നമുക്ക് 1-2 ബാധ്യത എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അസ്കറിൻ്റെ വെച്ചിട്ട് നമുക്കൊരു വലിയ പോലീസ്, അപ്പം എൻ്റെ പ്രൊഡ്യൂസർക്ക് ഒരു സജഷൻ പോലെ പറഞ്ഞത് ഒരു പോലീസ് കഥാപാത്രത്തെ
അയാൾക്ക് കൊടുക്കാൻ പറ്റുമോ, നമ്മൾ അങ്ങനത്തെ കഥകൾ എഴുതിയിട്ടുള്ളത് കൊണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസ് കഥാപാത്രങ്ങൾ കൊടുക്കാം, പക്ഷേ ഒരു ഭയങ്കര ഔട്ട് ഓഫ് ബോക്സ് ഒരു അമാനുഷിക സംഭവങ്ങൾ താരതമ്യേന പുതിയൊരാളെ വെച്ച് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാവും, എനിക്കത് എത്രത്തോളം വലിക്കുന്ന അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് ലാൻഡ് ചെയ്തതും വന്നത്.